ഇന്ന് നല്ല അടിപൊളി ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി എടുക്കണം. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കണം. 2-3 പച്ചമുളകും കറിവേപ്പിലയും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു 2 ചെറിയ സവാള അരിഞ്ഞതും കുറച്ച് ചെറുള്ളിയും കൂടെ ചേർത്ത് കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരണം. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും. എന്നിട്ട് ഈ പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൂടെ തന്നെ നമുക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിക്കാം. മൂടി തുറന്നതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം മൂടി കൊണ്ട് അടച്ച് ഇത് ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല വെട്ടി തിളച്ച വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ മൂടി കൊണ്ട് അടച്ച് ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി നല്ല ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.